ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മിക്സി റിപ്പയർ ചെയ്യാൻ പോവാണ്. ഇത് ഞങ്ങളൊരു 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മിക്സിയാണ്. ഇത് ഒരാഴ്ച നോക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ അഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ സ്ക്രൂകൾ, ഈ താഴെയുള്ള സ്ക്രൂകളെല്ലാം തുരുമ്പെടുത്ത് നാശമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പ്രകാരത്തിൽ പ്ലെയറൊക്കെ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ ഈ സ്വിച്ചിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ മീഡിയം സ്പീഡ് ഈ ഹൈയുടെ പൊസിഷനിലും ഹൈ സ്പീഡ് മീഡിയം സ്പീഡിലും അതേ രീതിയിലായിരുന്നു കമ്പനി കിട്ടിയപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. അതായത് വയർ ആ സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കാം. അതായത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഇപ്പോൾ കുറച്ച് നാളായപ്പോഴത്തേന് ഈ LED ലൈറ്റ് ഇൻഡിക്കേറ്റർ കേടായിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഈ സ്വിച്ച് ട്രിപ്പായിട്ടൊന്നുമില്ല. എന്തായാലും മിക്സി എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ അയച്ചു നോക്കാൻ പോവാണ്. ഇതായിരുന്നു തുരുമ്പെടുത്ത സ്ക്രൂ. എല്ലാത്തിൻ്റെ ഹെഡ് പോയതാണ്. അതാണ് അഴിക്കാൻ പാടുവന്നത്. എന്തായാലും ഈ ബുഷുകളെല്ലാം അഴിച്ചു മാറ്റി. ഇനി ഇതിൻ്റെ താഴെ തന്നെ ഓരോ സ്ക്രൂ കൂടെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. നമുക്ക് അതോടെ അഴിച്ചു മാറ്റിയാലാണ് നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മിക്സി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ. ഇതാണ് ഇപ്പം ഇതിനകത്ത് നോക്കിയപ്പോൾ ഈ ഇൻഡിക്കേറ്റർ കത്താതിരുന്നതിൻ്റെ കാരണം ഈ വയർ, ഇൻഡിക്കേറ്ററിലേക്കുള്ള ഒരു വയർ ദ്രവിച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലാവ് പിടിച്ച് ദ്രവിച്ച് വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാതെ ഇരുന്നത് നേരത്തെ. പിന്നെ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഈ ഓവർലോഡ് കട്ട് ഓഫ് സ്വിച്ചിൽ നമ്മുടെ ഈ താഴത്തെ മിക്സിയുടെ അടിയിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാറുള്ള ഇത്, അതിപ്പോൾ എന്തായാലും പ്രസ് ചെയ്താണ് കിടക്കണത്. എങ്കിലും അത് തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റോൺ അല്ല കാണിക്കുന്നത്. അപ്പം സാധാരണ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റമാണ് ശരിയായ നടപടി. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കണക്ഷനൊക്കെ കൊടുത്തിട്ടൊന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ തെറ്റില്ല. അപ്പം നമ്മുടെ ഈ സ്വിച്ച് തിരിഞ്ഞു പോയി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കണക്ഷൻ വന്നിട്ട് ഈ പോയിന്റിൽ, ഈ സ്വിച്ചിൽ ഈ പോയിന്റിൽ കൊടുത്തിട്ട് നമ്മൾ ഈ വിപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇതിനകത്തേക്ക് കണക്ഷൻ വരും. പിന്നെ ഫസ്റ്റ് സ്ലോ സ്പീഡ് അല്ലേ, സ്ലോ സ്പീഡ് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് കണക്ഷൻ വരും. അടുത്ത സ്പീഡ് മീഡിയം സ്പീഡ് ഇതിൽ നിന്ന് ഈ താഴത്തുള്ള ഈ പിന്നിലേക്ക് കണക്ഷൻ വരും. ഹൈ സ്പീഡ് ഇതിൽ നിന്ന് ഇതിനകത്തേക്ക് വരും. അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു പോയത് ഈ രണ്ട് വയറും തമ്മിൽ, ഈ യെല്ലോ വയറും ഈ ഗ്രീൻ വയറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും. നമുക്ക് അതായത് പൊസിഷനിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും മാറ്റി കണക്ട് ചെയ്ത് നോക്കാൻ പോവാം. അപ്പം നമ്മൾ ഈ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്പീഡിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഇതഴിച്ച് മാറ്റണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു തകിട് ഇങ്ങനെ ഒരു വളച്ച് വെച്ചിട്ടുണ്ടാകും. അതൊന്ന് നിവൃത്തിയതിന് ശേഷം ഇത് അങ്ങോട്ട് തള്ളിങ്ങെടുത്താൽ മതി. ഞാൻ വളച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഓവർലോഡ് സ്വിച്ചിങ് പോരും. പിന്നെ ഈ ക്ലിപ്പുകളും അഴിച്ചെടുക്കാം. ഇതാണ് നമുക്ക് കേട് വന്നേക്കുന്ന സാധനം. ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കണ്ടിന്യൂറ്റി എന്തായാലും കിട്ടണില്ല. ഇത് പോയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു നട്ടോടെ നമുക്ക് അഴിച്ച് സ്വിച്ച് വേർപെടുത്താനുണ്ട്. ഈ നട്ടോടെ അടിച്ചെടുക്കണം. ഇതവിടെ നമുക്ക് ആവശ്യമുള്ളതാണ്. പുതിയ സ്വിച്ച് പിടിപ്പിക്കാൻ ഇത് ആവശ്യം വരും. ഇതാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സ്വിച്ച്. രീതിയിൽ സ്വിച്ച് കിട്ടും. ഇത് മാറ്റിയാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം തീരുമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി നമ്മളിത് അല്ലാതെ തന്നെ ഡയറക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഈ സ്വിച്ചിനകത്തേക്ക് ഇതിനകത്തേക്ക് കൊടുത്താവുന്ന ഈ പോയിന്റ് നമ്മൾ ഡയറക്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. പിന്നെ ഈ നിയൺ ബൾബിലേക്ക്, ഇൻഡിക്കേറ്ററിലേക്ക് ഉണ്ടാകുന്ന വയറ് വിട്ടുപോയത് സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പോൾ അങ്ങോട്ട് വരയ്ക്കുന്നില്ല. എന്തായാലും ഇതേ രീതി കണ്ടീഷനിൽ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മിക്സി വർക്കിംഗ് ആണെന്ന് അറിയാം. വേറെ കുത്തി നോക്കട്ടെ. ഓക്കെ, ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. ഓക്കെയാണ്. ഞങ്ങൾക്ക് സ്വിച്ചുകളൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അത് ഈ പേപ്പർ ഇതിനകത്തേക്ക് ഒന്ന് പിടിച്ചതാണ്. പക്ഷെ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ മാറ്റിയാൽ പ്രശ്നം തീരും. ഇത് മാറ്റി നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ക്ലീൻ ആകാം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഈ പോകുന്നതായിരിക്കും മെയിനായിട്ട്. കാരണം ഇത് മാറ്റി നോക്കിയിട്ട് നിങ്ങളുടെ മിക്സികളൊക്കെ ശരിയാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.